കല്യാണ വാർത്തകൾ കേട്ടാലോ? ആദ്യം നല്ലൊരു ദിവസം, നല്ല കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. ഗുരുവായൂരിൽ നിന്ന് റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്ന ദിവസമാണ്. പല വിവാഹങ്ങളും നടന്നു കഴിഞ്ഞിരിക്കുന്നു. പുലർച്ചെ 4:10 ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ ശ്രീ AV ഗോപിനാഥ് ഭദ്രദീപം തെളിച്ചതോടെയാണ് വിവാഹങ്ങൾക്ക് തുടക്കമായത്. 437 വിവാഹങ്ങളാണ്, ഒന്നും രണ്ടുമല്ല ഇന്ന് ക്ഷേത്രത്തിൽ നടക്കുന്നത്. ഇതാദ്യമായിട്ടാണ് ഒരു ദിവസം ഇത്രയധികം വിവാഹങ്ങൾക്ക് ഗുരുവായൂർ വേദിയാകുന്നത്. നമ്മുടെ സഹപ്രവർത്തകൻ സംഗീതം ഇന്ന് ഗുരുവായൂരിൽ വെച്ച വിവാഹിതനായിട്ടുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. 437 വിവാഹങ്ങളാണ് നടക്കുന്നത്. അതിൽ സംഗീതന്റെ വിവാഹം. ഓക്കെ, അപ്പോൾ സംഗീതനും നവവധുവിനും എല്ലാ ആശംസകളും നേരുകയാണ്. നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. ഈ ഓണക്കാലത്ത് തുടങ്ങുന്ന ജീവിതം എല്ലാ കാലത്തും ആഘോഷമാകട്ടെ. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ശരിയാണ്. ഷാബാസ്, 437 വിവാഹങ്ങൾ ഒരു ദിവസം ഒരു വേദിയിൽ വെച്ച് നടക്കുന്നു. ഗുരുവായൂരിൽ ചിങ്ങമാസത്തിൽ കല്യാണമേളമാണ്. തീർച്ചയായും അത് 437 എന്ന് പറയുന്നത് ഒരു ചെറിയ സംഖ്യയല്ല. ഗുരുവായൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്ന ദിവസമാണിന്ന്. 437 വിവാഹങ്ങളാണ് ഇന്ന് ഒരു ദിവസം മാത്രം നടക്കുന്നത്. 437 വിവാഹങ്ങൾ എന്ന് പറയുമ്പോൾ അത്രത്തോളം വധുവരന്മാർ, അവരുടെ ബന്ധുക്കൾ, അങ്ങനെ ഗുരുവായൂരിലൊരു അഭൂതപൂർവമായ ഒരു തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് സാധാരണ ആളുകൾ കൂടുതലായി എത്താൻ സാധ്യതയുള്ള ദിവസമാണ്. അതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ 437 കല്യാണങ്ങൾ കൂടി ആയതോടുകൂടി ഗുരുവായൂരിലാകെ ഒരു കല്യാണമേളം അല്ലെങ്കിൽ ഒരു കല്യാണ മാമാങ്കം തന്നെ ആയി എന്ന് തന്നെ പറയേണ്ടി വരും. ഈ ചിങ്ങമാസത്തിൽ ശുഭമുഹൂർത്തത്തിൽ താലി കെട്ടാൻ ധാരാളം ആളുകൾ ഈ മുഹൂർത്തങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് തന്നെ വലിയ ഒരുക്കങ്ങൾ ഗുരുവായൂരിൽ നേരത്തെ തന്നെ നടത്തിയിട്ടുണ്ട്. ചിങ്ങമാസത്തിൽ ആദ്യ ഞായറാഴ്ച ഇന്ന് 437 വിവാഹങ്ങളാണ് നടക്കുന്നത്. അടുത്ത ആഴ്ച, അതായത് ആഗസ്റ്റ് 30-ന് 342 വിവാഹങ്ങൾ, സെപ്റ്റംബർ 13-ന് 328 വിവാഹങ്ങൾ. ഇങ്ങനെയാണ് വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ഈ ഒരു 3 ആഴ്ച കൊണ്ട് തന്നെ 1000-ലധികം വിവാഹങ്ങളാണ് ഗുരുവായൂരിൽ നടക്കുന്നത്. അതിൽ ഇതുവരെ നടന്നതിൽ വെച്ച് ഏറ്റവും കൂടുതൽ വിവാഹം നടക്കുന്നത് ഇന്നാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഓരോ വധുവരന്മാരും ആ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങുകയാണ്. പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഈ വിവാഹങ്ങൾ തുടങ്ങിയത്. പുലർച്ചെ 4 മണിയോടെ 1-ാം നമ്പർ മണ്ഡപത്തിൽ വെച്ചാണ് ഈ വിവാഹങ്ങൾ തുടങ്ങിയത്. ഇപ്പോൾ ഒരു വധുവരന്മാരുണ്ട്. ചേട്ടാ, പേരെന്താ? അർജുൻ. സ്ഥലം എവിടെ? അടൂർ. പേരെന്താ? ദേവി. എങ്ങനെയുണ്ട് കല്യാണം? 437 കല്യാണം ഉണ്ടായിരുന്നു, അതിലൊന്നാണ് നിങ്ങൾ. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതാണ്, ഓരോ വധുവരന്മാരും ഓരോ മണ്ഡപത്തിൽ നിന്നായി പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. 6 മണ്ഡപത്തിലാണ് വിവാഹം നടക്കുന്നത്. 5 മണ്ഡപമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ ഒരു മണ്ഡപം കൂടി അധികമായി തന്നെ സ്ഥാപിച്ചു. ആ മണ്ഡപം ഇനി സ്ഥിരമായി ഇവിടെ തന്നെ ഉണ്ടാവും. അങ്ങനെ 6 മണ്ഡപങ്ങളിൽ ഈ വിവാഹങ്ങൾ നടക്കുന്നു. ഓരോരുത്തരും ആദ്യം എത്തുന്നവർക്ക് ആദ്യം ടോക്കൺ നൽകും. അതിനനുസരിച്ചാണ് 6 മണ്ഡപത്തിൽ വെച്ച് ഇത്രയും അധികം കല്യാണങ്ങൾ നടക്കണമെങ്കിൽ ഒരുപാട് നിയന്ത്രണങ്ങൾ വേണ്ടി വരുമല്ലോ. അതാണ് മാധു, കല്യാണത്തിന്റെ എണ്ണം എന്ന് പറയുന്നത് ഓരോ നിമിഷവും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ ലൈവ് തുടങ്ങുന്ന സമയത്ത് 170 ആണെങ്കിൽ ഇപ്പോൾ 172 ആയി. അങ്ങനെ ഓരോ സെക്കൻഡിലും അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം 6 മണ്ഡപത്തിലും അതിവേഗത്തിലാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഒരു നിശ്ചിത സമയം എന്നത് ഇല്ലെങ്കിലും അതിവേഗത്തിൽ ചടങ്ങുകൾ വന്ന് കയറുക. അതായത് ടോക്കൺ അനുസരിച്ച് ഓരോരുത്തരും രാവിലെ അവിടെ എത്തി കാത്തിരിക്കുന്നുണ്ട്. ആ ടോക്കൺ അനുസരിച്ച് വിളിക്കും. അങ്ങനെ നേരെ വരുന്നത് മണ്ഡപത്തിലേക്കാണ്. അതിനിടയിൽ എവിടെയും അവരെ വെയിറ്റ് ചെയ്യാൻ സമ്മതിക്കില്ല. ആ ടോക്കൺ വിളിച്ചാൽ നേരെ വന്ന് മണ്ഡപത്തിലേക്ക് കയറുന്നു. ഉടൻ ചടങ്ങുകൾ ആരംഭിക്കുന്നു. എത്രയും പെട്ടെന്ന് ചടങ്ങുകൾ ഒരു വൈകലുമില്ലാതെ അത് പൂർത്തിയാക്കിക്കൊണ്ട് ഉടൻ തന്നെ ആ വിവാഹ സംഘം ആ മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഉടൻ തന്നെ തൊട്ടു പിന്നാലെ അടുത്ത സംഘം കയറുന്നു. അങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്. ഒരു നിശ്ചിത സമയം ഇല്ലെങ്കിൽ തന്നെ ഒരു 4-5 മിനിറ്റിൽ തന്നെ ഓരോ വിവാഹങ്ങളും പൂർത്തിയാകുന്നുണ്ട്. ഇപ്പോൾ 4:10 തുടങ്ങിയ വിവാഹമാണ്. ആദ്യ വിവാഹം കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹന്റെയും പഴയങ്ങാട് സ്വദേശിനി വിദ്യ ആനന്ദിന്റെയുമായിരുന്നു. ആ വിവാഹം തുടങ്ങി 4:10 കഴിഞ്ഞപ്പോൾ 7:10 ആയി. ഏകദേശം 3 മണിക്കൂറോളമായി. ഇതിനിടയിൽ ഉഷപൂജയ്ക്കും ശിവേലിക്കുമായി ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറോളം മാത്രമാണ് നട അടച്ചിട്ട് ഈ വിവാഹങ്ങൾ നടക്കാതിരുന്നത്. ആ സമയം ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ള ഒരു 2-2.5 മണിക്കൂറിനിടയിൽ 172 വിവാഹങ്ങളാണ് നടന്നത്. അപ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു വേഗത അല്ലെങ്കിൽ ആ ഒരു ചടുലത എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അത്രത്തോളം വേഗത്തിലാണ് ഓരോരുത്തരും ചടങ്ങുകൾ പൂർത്തിയാക്കി വരുന്നത്. എന്താ പേരെന്താ? അക്ഷയ്. എവിടെ സ്ഥലം? ഞങ്ങൾ ചെക്കുളങ്ങര. അക്ഷയ് ദുർഗ. എങ്ങനെയുണ്ട് കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ? എല്ലാം നന്നായിട്ട് നടന്നു. ഭഗവാൻ അനുഗ്രഹത്തിൽ നന്നായിട്ട് നടന്നു. 437 കല്യാണങ്ങളാണ്. അതിലൊരു കല്യാണം നിങ്ങൾ. അപ്പോൾ അതിലൊരു കല്യാണം റെക്കോർഡ് കല്യാണം. റെക്കോർഡിൽ ഉൾപ്പെടാനായാലും സന്തോഷം. അപ്പോൾ ഓരോ വധുവരന്മാരും ആ സന്തോഷം പങ്കുവയ്ക്കുകയാണ്. കാരണം അവരുടെ ജീവിതത്തിലും ഇത് വലിയൊരു അനുഭവമാണ്. കാരണം 437 കല്യാണം
ഗുരുവായൂരിൽ നടക്കുന്ന റെക്കോർഡ് കല്യാണങ്ങളിൽ തന്നെ ഒന്നിലേക്ക് എത്തുക എന്ന് പറയുന്നത്, ഒന്നിൻ്റെ ഭാഗമാവുക എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതാ ഓരോ വധൂവരന്മാരും ഈ വിവാഹം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്നിറങ്ങി ഈ ഭഗവാനെ തൊഴുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അത്തരത്തിൽ ഓരോരുത്തരും വലിയ സന്തോഷത്തിലാണ്, റെക്കോർഡിൻ്റെ ഭാഗമാകുന്നതിൻ്റെ സന്തോഷത്തിലാണ്. അവരുടെ രക്ഷിതാക്കളും ആളുകളും എല്ലാവരുമായി വലിയ തിരക്കാണ് ഇവിടെ ഉള്ളത്. എന്തായാലും ദേവസ്വം ചെയർമാൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരുക്കങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ദേവസ്വം ചെയർമാൻ തന്നെ നേരിട്ടെത്തിക്കൊണ്ട് ഒരുക്കങ്ങളൊക്കെ വിലയിരുത്തുന്നുണ്ട്. ഇതാ ഓരോരുത്തർ ഈ ഭാഗത്ത് നിന്ന് വന്നുകൊണ്ടാണ് ഓരോ വധൂവരന്മാരും വന്ന് മണ്ഡപത്തിലേക്ക് പ്രവേശിക്കുക. ഇങ്ങനെ വരും, അവിടെ ഒരു വിവാഹം നടക്കുന്നുണ്ടാകും, ഇവിടെ കാത്തു നിൽക്കും. അത് കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത ആളുകൾക്കായിരുന്നു. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം, എവിടെ സ്ഥലം എവിടെയാണ്? വള്ളിക്കുന്ന്. പേരെന്തായിരുന്നു? അലീന. പേരെന്താ? ഹരിപ്രസാദ്. എപ്പോ വന്നതാ? ഞങ്ങള് 6 മണി. ഞാൻ 6 മണിക്ക് എത്തും. ഇവര് നേരത്തെ ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്യും. അതെ വെയിറ്റ് സ്ഥലക്കറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായി. സ്ഥലക്കറിയാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അതെ, ടോക്കൺ എടുത്ത് വെയിറ്റ് ചെയ്ത് ഉടൻ തന്നെ വിളിച്ചു. അതെ വിളിച്ചു. 437 കല്യാണങ്ങളാണ് നടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ റെക്കോർഡ് കല്യാണത്തില് 179 റെക്കോർഡ് കല്യാണത്തിൽ ഉൾപ്പെട്ടത് നിങ്ങൾ? അതെ സന്തോഷം. റെക്കോർഡിൽ ഒരുക്കങ്ങളൊക്കെ എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ടായിരുന്നോ? എങ്ങനെയാ? നല്ല തിരക്ക്, നല്ല ക്യൂ നിന്നിട്ട് അവിടെ എത്തി. അപ്പൊ അതാണ് അവർ പറയുന്നത്, നല്ല ക്യൂ ശരി ഉണ്ട്, ഷബാസ്. തിരക്കുണ്ട്. കാരണം ഇത് ഞായറാഴ്ചയാണ്. 437 കല്യാണങ്ങൾ അവിടെ ആ ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. 437 അല്ല, 479 കല്യാണം. എന്നാലും ഷവാസിന്റെ മുഖത്തും അതിന്റെ മുഴുവൻ സന്തോഷം കാണാനുണ്ട് കേട്ടോ. രാവിലെ കുറേ സുന്ദരിമാരുടെയും നല്ല ഈ കല്യാണത്തിന് ഒരുങ്ങി വന്ന ആളുകളുടെ ഒക്കെ ഇടയിൽ നിന്നുകൊണ്ട് ഇത്രയും നല്ല ഒരുപാട് കാര്യങ്ങൾ കാണാൻ കഴിയുന്നതുകൊണ്ട്, പിന്നെ സഹപ്രവർത്തകന്റെ കല്യാണം, നമ്മുടെ സംഗീതും ദേവിക എന്നാണ് സംഗീതിന്റെ നവവധുവിന്റെ പേര്. അപ്പോൾ അവരുടെ രണ്ടുപേരുടെയും ഒക്കെ കല്യാണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം ഷഹബാസിന്റെ മുഖത്തുമുണ്ട്. എന്തായാലും ഇന്ന് ഗുരുവായൂരിൽ വിവാഹിതരാകുന്ന ഇത്രയധികം ദമ്പതികൾക്ക് നമുക്ക് ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേരാം.